അവസാനം ഇത് ഉണ്ടാക്കി തീരുമ്പോൾ അറിയാം ഇത് കളറാവോ അതാ കുളമാവോ എന്നൊക്കെ. ഇത് ഉണ്ടാക്കി തീർന്നിട്ട് ഇപ്പൊ എൻ്റെ ഒരു തീരുമാനം ഇത് കണ്ടിട്ട് അടിപൊളി ടേസ്റ്റ് അല്ല, കണ്ടിട്ട് അടിപൊളി ലുക്കൊക്കെ ഉണ്ട്. നല്ല അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ മറ്റേ കായലിൽ പോയി വലിയ കക്കയാണിത്. ഇന്നലെ വാരിയപ്പോൾ ആ ഒരു ബാഗ് നിറച്ചുണ്ടായിരുന്നു. ആദ്യമായിട്ട് കക്ക വരാൻ പോയപ്പോൾ നമ്മൾ വിചാരിച്ച് ആ ബാഗ് നിറച്ചും നിറച്ചും കക്കയായിരിക്കും. എന്നിട്ട് അതാണ്ട് വൃത്തിയാക്കി വന്നപ്പം ഇത്രയേ ഉള്ളു കക്ക. കണ്ട ഇത്രയേ ഉള്ളു കക്ക. അപ്പം നമ്മൾ ഇന്ന് ഇത് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കക്ക റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. വാ നമുക്ക് കക്ക റോസ്റ്റ് ഉണ്ടാക്കാം. നമുക്കപ്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഫസ്റ്റ് സാധനം വെളിച്ചെണ്ണ. അയ്യോ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പേസ്റ്റ് അല്ല ചതച്ചത്. ഞങ്ങൾ ചതച്ചതാണ് ഇടുന്നത്. പേസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല. ഇതൊന്നും മൂക്കും. പച്ചമുളകിന്റെ കീറി അരിയണ്ട, ജസ്റ്റ് കീറിയിട്ട് അതും കൂടെ ആഡ് ചെയ്തോളൂ. കറിവേപ്പില, ഫ്രഷ് കറി ലീവ്സ്, ഇത് ഇറുത്തങ്ങിടക്ക്. അടുത്ത നമുക്ക് സവാള ആഡ് ചെയ്യാം. അച്ഛി സവാള ഇട്ടോ ഇട്ടോ. സവാള നമുക്ക് ചെറുത് കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ സവാളയാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് നല്ലോണം ഒന്ന് മൂക്കണം. നമുക്കിനിപ്പോൾ സവാള ഇച്ചിരി ഒന്ന് മൂക്കണമെങ്കിൽ ഒരു പൊടിക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു പൊടിക്ക് ഉപ്പിട്ട്, ഉപ്പൊക്കെ ഇടുന്നത് വാവച്ചിയാണേ സവാള ഉപ്പൊക്കെ ഇടുന്നത്. നമുക്കിനി ഇതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്കത് കക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അവിടെ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇന്നലെ പിടിച്ചു വെച്ച കക്ക ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കക്കയും എടുത്ത് ഒഴിച്ചു ആഡ് ചെയ്തു. ഫുള്ള് ഒഴിച്ചിട്ടോ. അന്നേരം നമ്മൾ കഷ്ടപ്പെട്ട് ഞാനും കുക്കും നമ്മുടെ നിമേഷും കൂടെ കായലിൽ പോയി വാരിയ കക്കയാണിത്. ജസ്റ്റ് ഇതൊന്ന് മൂക്കട്ടെ. നമുക്കിനി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി വരെ ആഡ് ചെയ്ത് മഞ്ഞപ്പൊടി നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി എടുത്തോടി. മല്ലിപ്പൊടി മതി, കുറച്ച് മതി. ആ മഞ്ഞപ്പൊടിയുടെ മല്ലിപ്പൊടിയുടെ ഒരു മണം സൂപ്പർ. ഇത് ഇനി അവസാനം ഇത് ഉണ്ടാക്കി തീരുമ്പോൾ അറിയാം ഇത് കളറാവോ അതാ കുളമാവോ എന്നൊക്കെ. ഇത് ഉണ്ടാക്കി തീർന്നിട്ട് ഇപ്പൊ എൻ്റെ ഒരു തീരുമാനം ഇത് കണ്ടിട്ട് അടിപൊളി ടേസ്റ്റ് അല്ല, കണ്ടിട്ട് അടിപൊളി ലുക്കൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കളറൊക്കെ ആയിട്ടാണ്. ഇത് അവസാനം അറിയാം എന്തരാവുമെന്ന്. ഇനി നമുക്ക് അടുത്തതായിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ മുളക് പൊടി കുറച്ച് പേര് എന്ന് വെച്ചാൽ മുളക് പൊടി അധികം ഇടരുത്. ഇതിന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് നമ്മുടെ ഇതിൻ്റെ എരിവാണ്. കുരുമുളക് പൊടിയുടെ എരിവാണ് ഇതിന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. മുളക് പൊടി ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രം മുളക് പൊടി, ഒരു കളറിനും ജസ്റ്റ് ഒരു എരിവിൻ്റെ ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രം മുളക് പൊടി. ബാക്കി നമ്മളിത് ശരിക്കും ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. നമ്മളിപ്പം മറ്റേ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മീറ്റ് മസാല ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാലയാണ്. അപ്പോൾ അതും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. മീറ്റ് മസാലയും കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മീറ്റ് മസാല കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് ചെയ്യാം. നമ്മളിത് എവിടെയെങ്കിലും ഔട്ട്ഡോർ പോയി ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഏതെങ്കിലും വയലോരം നമ്മുടെ ഫിറോസിക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് ചെയ്യാന്നൊക്കെ വിചാരിച്ചതാണ്.
രാവിലെ തുടങ്ങിയ മഴയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ പകുതിയായപ്പോൾ നല്ല അടിപൊളി വെയിലും വരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇന്ന് പണിവാളി പോയി. അപ്പം നമുക്കിനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. വെള്ളം ഒഴിച്ചു മതിയാ? കുറച്ചുകൂടെ ഒഴിക്കണം. അപ്പം ഇതിനി ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചിട്ടൊന്ന് തിളപ്പിക്കാം. തുറന്നു നോക്കാം എന്തായി അവസ്ഥ. അപ്പൊ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മതി കുറച്ച്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മെയിൻ സാധനം കുരുമുളക് പൊടി. കുരുമുളക് പൊടിയുടെ എരിവാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. നമുക്ക് ഇനി കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഏറ്റവും അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുറച്ചിട്ട് നമുക്കിനി ഇതിൻ്റെ അത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് ഒരു പൊടിക്ക് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുള്ളായിരുന്നു. അപ്പം ഒരു പൊടിക്ക് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് പരിപാടി കളറായി. ഇനി ഇത് കഴിച്ച് നോക്കിയിട്ട് തീരുമാനിക്കാം കളറാകുമോ എന്ന്. എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് അവിടെ കറിവേപ്പില ജസ്റ്റ് ഫോർ എ ഗാർണിഷ് അതും കൂടെ ഒന്ന് മേളിൽ ഇട്ട് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. ഇതാണ് കക്ക ഇറച്ചിയുടെ റെസിപ്പി. നമുക്കിത് ഇതിൻ്റെ അകത്തോട്ട് സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ സെർവിങ്. അപ്പം ഇതാണ് നമ്മുടെ കക്ക റോസ്റ്റ്. കണ്ട ഇത് ഞാൻ ആദ്യം ഒന്ന് കഴിച്ചു നോട്ടെ. എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ തന്നെ ഉണ്ടാക്കിയതല്ലേ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കൊള്ളാന്ന് പറയുന്നത് പൊങ്ങച്ചായി പോകുന്നതുകൊണ്ട് നമുക്ക് വാവച്ചിക്ക് കൂടെ കൊടുത്തു നോക്കാം. വാച്ചി കഴിച്ചു പോകും. കൊള്ളാവോ? എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം? എല്ലാം കറക്റ്റല്ലേ? ഉപ്പും മുളകും എല്ലാം കറക്റ്റല്ലേ? നമ്മുടെ പാപം ക്യാമറമാൻ കുക്ക് ബാക്കി നിൽപ്പുണ്ട്. അവനൊരു ചിരി കൊടുത്തു നോക്കിട്ട് നടവും കഴി. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പറാണ്. നിങ്ങൾ ഉണ്ടാക്കിയോണ്ട് പറയില്ല, സൂപ്പർ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള കിടിലം വീഡിയോ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ പ്രസ് ദ ബെൽ ബട്ടൺ. ഓക്കെ, അപ്പം ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വട്ടം കാണാം.